Hi all, once again welcome back to my lovely channel NICKEY'S HORIZON. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ കോട്ടയത്താന്നു. ഇടയ്ക്ക് ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററും ഫാമിലിയും ഒക്കെ നാട്ടിൽ ഇന്ത്യയിലോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം 2 വർഷമായിരുന്നു അവരെ കണ്ടിട്ട്. കാരണം പാൻഡമിക് ആയതുകൊണ്ട് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസം പിന്നെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം നാട്ടിലേക്ക് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ നാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട് മാവേലിക്കരയാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. അത്രയും എനിക്ക് എൻ്റെ നാടിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം കുറേ കുക്കിംഗ് വീഡിയോസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് 1 by 1 ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാനിന്നിവിടെ ഒരു നല്ല ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു മട്ടൻ കറി. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ ഉള്ള ഒരു ആടിനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ മമ്മിയും ഞാനും ഒക്കെ ചേർന്നിട്ടായിരുന്നു കുക്കിങ്. അപ്പം നമുക്ക് കുക്കിംഗ് കണ്ടിട്ട് വേഗം വരാം. ഇവിടെ പിന്നെ മട്ടണെല്ലാം ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി പീസാക്കണം. ഇവിടെ മമ്മിയാണ് ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മമ്മി ഇത് പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കറി വയ്ക്കുമ്പോൾ ഇനി നമുക്ക് കാണാം. ഇതിപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ മട്ടൺ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി അരപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചേർക്കാം. ഇവിടെ ഇപ്പം എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. കൊച്ചുള്ളിയല്ല, സവോളയും തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇടത്തരം ഒരു 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ നമുക്കിട്ട് വഴറ്റി എടുക്കാം. ഇവിടെ സവാള മൊത്തം ഇട്ടു. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഉപ്പുകല്ലും അതിൻ്റെ നീരും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റി എടുക്കാം. ഇവിടെ സവാള ഒരു പകുതി പിന്നെ വഴന്ന് കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം. ഇത് രണ്ടും കൂടെ നല്ലോണം വഴന്ന് കയറി വരട്ടെ. ഇവിടെ ഉള്ളിയും തക്കാളിയും നല്ലോണം വഴന്ന് കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തു വെച്ച് ഇരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ ഇത്രയ്ക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിട്ട് നമുക്ക് നല്ലോണം വഴറ്റി എടുക്കാം. ഇവിടെ ഞാൻ മസാലപ്പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മട്ടൻ്റെ മസാലയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമുക്ക് കറി വെന്ത് കഴിഞ്ഞിട്ട് ഒരല്പം കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടെ വഴന്ന് വന്നിരിക്കുന്ന ഈ കൂട്ടിൻ്റെ അകത്തോട്ട് ഈ മസാലകളും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി വഴറ്റി നമുക്ക് എടുക്കാം. ഇവിടെ മസാലപ്പൊടികളെല്ലാം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം വഴറ്റി നമുക്ക് എടുക്കാം.
മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് എടുക്കാം. മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇറച്ചിക്കകത്തോട്ട് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ മസാലയ്ക്കകത്ത് മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഈ എണ്ണ ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് നെയ്യ് അല്പം ആ ഇറച്ചിക്കകത്തുണ്ട്. അപ്പം ഇത് നമുക്ക് അങ്ങോട്ടേക്ക് ചേർക്കാം. ഇവിടെ ഇറച്ചി ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പാകമാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇറച്ചിക്കകത്തേക്ക് നമുക്ക് ചേർത്ത് വഴറ്റി അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഞാൻ അരപ്പെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് നമുക്ക് വയ്ക്കാം. ഇവിടെ ഞാൻ മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം യോജിപ്പിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതെന്നിട്ട് പറ്റി കുറുകി വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഞാൻ നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ പിന്നെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഇത്രയും കൂടെ കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി നമുക്ക് വാങ്ങാം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ വളരെ അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അല്ല വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മളെല്ലാവരും എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ കറി വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം വേഗം മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ ബൈ ഫ്രം നിക്കീസ് ഹൊറൈസൺ.